ഉത്തർപ്രദേശിലെ നടുക്കി ദുരഭിമാന കൊലകൾ. ഏറ്റയിൽ നവദമ്പതികളുടെ കഴുത്തറുത്തു കൊന്നു. കാസ്ഗഞ്ചിൽ പെൺകുട്ടിയെ കൊന്ന ശേഷം അവളുടെ സ്വന്തം മാതാപിതാക്കൾ അവളെ കത്തിച്ചു. ഇരുപത്തിനാല് മണിക്കൂറുകൾക്കിടയിലാണ് ഉത്തർപ്രദേശിൽ 2 ദുരഭിമാന കൊലകൾ നടക്കുന്നത്. ആദ്യത്തേത് ഏറ്റ ജില്ലയിലും രണ്ടാമത്തേത് കാസ്ഗഞ്ചിലും. ആദ്യം നമുക്കൊരു ദൃശ്യത്തിലേക്ക് പോകാം. ഏറ്റയിലെ കൊടും ക്രൂരതയ്ക്ക് മുമ്പുള്ളതാണ് ആ ദൃശ്യം. 24 വയസ്സുള്ള ദീപകിന്റെയും 19 വയസ്സുകാരി ശിവാനിയുടെയും വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് അവർ വിവാഹിതരാകുന്നു. ദിവസങ്ങൾ മുമ്പ് മാത്രമായിരുന്നു വിവാഹം. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്, അവർ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക്. പ്രശ്നം രൂക്ഷമായതോടെ കനൌജ് പോലീസ് സ്റ്റേഷനിൽ പ്രശ്നപരിഹാര ചർച്ചയൊക്കെ നടന്നിരുന്നു. കഴിഞ്ഞ 15-ാം തീയതി, അതായത് ഈ 2 പേർ വിവാഹം കഴിച്ചപ്പോൾ അവന്റെ വീട്ടുകാർ മാത്രമായിരുന്നു പിന്തുണ. അവളുടെ വീട്ടുകാർ വലിയ എതിർപ്പിലായിരുന്നു. അങ്ങനെ 2 കുടുംബങ്ങളും പങ്കെടുത്ത ആ ചർച്ചയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി. പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശിവാനി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. പക്ഷെ ഞായറാഴ്ച ദീപക് അവളെ കാണാൻ ആ വീട്ടിലേക്ക് എത്തി, ആ വീട്ടുകാരറിയാതെ. അപ്പോഴായിരുന്നു സംഭവം. ടെറസിൽ നിന്ന് 2 പേരും സംസാരിക്കുകയായിരുന്നു. അത് വീട്ടുകാർ കണ്ടു. അങ്ങനെ അതിദാരുണമായിട്ടുള്ള മർദ്ദനം തുടങ്ങുകയാണ്. അതിനുശേഷം ഏറെക്കുറെ കൊലപാതകത്തിലേക്കും അവർ നീങ്ങി. സ്വന്തം മകളെയാണ് ആദ്യം കൊല്ലുന്നത്. കഴുത്തറുത്ത് ചോര തെറിച്ച് അവൾ വീഴുന്നത് ആ ഭർത്താവ് ദീപക് കൺമുന്നിൽ കണ്ടു. പിന്നാലെ ദീപകിന്റെയും കഴുത്ത് മുറിച്ചു. ശിവാനി ടെറസിൽ വെച്ച് തന്നെ മരിച്ചു വീണു. ദീപകിനെയോ കഴുത്തറുത്ത ശേഷം അയൽപക്കത്തെ വീടിന് മുകളിലേക്ക് എറിയുകയായിരുന്നു. നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കുകയാണ് ഈ നടന്ന സംഭവങ്ങളെല്ലാം. പോലീസ് എത്തുമ്പോൾ ജീവനുണ്ടായിരുന്നു അവന്. എന്നാൽ ആശുപത്രിയിലേക്കുള്ള വഴിയിൽ അവനും മരിച്ചു. ശിവാനിയുടെ അച്ഛനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സഹോദരങ്ങളുണ്ട്, അവരും ഈ കൊലപാതകത്തിന്റെ ഭാഗമാണ്. പക്ഷേ അവർ ഒളിവിലാണെന്ന് പോലീസ് പറയും. जेठा थाना क्षेत्र के गढ़ी प्रभागपुर की घटना है। 2 युवक और युवती जिनकी जो है लड़की के घर वाले जो है उनकी मारपीट के कारण जो है उन्होंने आपत्तिजनक स्थिति दिया था, जिसके कारण जो है ये हत्या कर दी गई। लड़की की तो आने पाट वहाँ पर डेथ हो गई थी। लड़के की धड़कन चल रही थी, जिसे जो है वहाँ पीएचसी दिखाने के बाद जो है सीधे जिला अस्पताल ला गया, लेकिन जिला अस्पताल आते आते जो है उसकी भी मृत्यु हो गई है। बहुत ही दुखद घटना है। और लड़की के घर वाले हालांकि घर छोड़ करके वहाँ गए थे, लेकिन वो सब जो है पकड़ लिए गए हैं, हमारी हिरासत में है और पूरी तरीके से जो है पूछ। ഇനി കാസ്ഗഞ്ചിൽ നടന്നത് ഏറ്റയിലെ ആ ഞെട്ടിക്കുന്ന ദുരഭിമാന കൊലയ്ക്ക് പിന്നാലെയാണ് കാസ്ഗഞ്ചിലെ ക്രൂരത. കാമുകനൊപ്പം ഒളിച്ചോടി പോയതിനാണ് സ്വന്തം മകളെ കൊന്ന് ദഹിപ്പിച്ചു കളഞ്ഞത്. 16 വയസ്സ് മാത്രമായിരുന്നു അവൾക്ക് പ്രായം. നോയിഡ സ്വദേശിയായിട്ടുള്ള സച്ചിൻ എന്നയാളുമായി പ്രണയത്തിലായിരുന്നു അവൾ. വെള്ളിയാഴ്ച അവൾ സച്ചിനോടൊപ്പം ഒളിച്ചോടി. എന്നാൽ പിറ്റേ ദിവസം തന്നെ ആഗ്രയിൽ നിന്ന് 2 പേരെയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പിടികൂടി. ഏതാണ്ട് വൈകുന്നേരം സമയത്ത്. പിന്നീട് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. കൊടിയ മർദ്ദനത്തിൽ അവളുടെ മരണം സംഭവിച്ചു. തെളിവുകൾ അവശേഷിപ്പിക്കാതെ അപ്പോൾ തന്നെ അവർ ആ ശരീരത്തിന് തീയിട്ടു. സച്ചിന്റെ വീട്ടുകാർ ആണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അവർക്ക് ഭയമുണ്ടായിരുന്നു സച്ചിനും ജീവഹാനി സംഭവിക്കുമോ എന്ന്. അങ്ങനെ സച്ചിന്റെ വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി. ശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ പോലീസ് ശേഖരിച്ചു. ഈ സമയം അവളുടെ വീട്ടുകാർ കടന്നു കളഞ്ഞു.
ഒരു സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച 3 മരണങ്ങൾ. എന്തിന്റെ പേരിലാണെങ്കിലും, പ്രണയത്തിന്റെ പേരിലോ എന്ത് ദുരഭിമാനത്തിന്റെ പേരിലോ ആയിക്കോട്ടെ, ഇത്രമാത്രം ക്രൂരത സ്വന്തം വീട്ടുകാർ നടത്തുമ്പോൾ എങ്ങനെ അമ്പരക്കാതിരിക്കും, എങ്ങനെ ഞെട്ടാതിരിക്കും ജനങ്ങൾ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.